കഴിഞ്ഞ 4 വർഷമായി ചർച്ചയിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിലാണ് യുകെയും ഇന്ത്യയും ഇന്ന് ഒപ്പുവെച്ചത്. ഇതിൽ ഇന്ത്യക്കുണ്ടാവുന്ന വളരെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ഒന്ന്, സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിക്കുമെന്നുള്ളതാണ്. ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്നങ്ങൾ ഒപ്പം ചെരുപ്പ്, തേയില, കാപ്പി ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് ഇറക്കുമതി തീരുവ ഇല്ലാതാക്കിയിരിക്കുകയാണ് യുകെയിൽ. ഒപ്പം തന്നെ മറ്റ് പല മേഖലകളിലും ഗുണമുണ്ടാവുന്ന തീരുമാനം. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന 99% സാധനങ്ങൾക്കും നികുതി ഉണ്ടാവില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഗുണം. യുകെക്കും വലിയ നേട്ടങ്ങളുണ്ട്. ഇരു രാജ്യങ്ങൾക്കും ഗുണമുണ്ടാവുന്ന തീരുമാനമെന്നാണ് യുകെ പ്രധാനമന്ത്രി പ്രതികരിച്ചത്. It is a deal that will bring huge benefits to both of our countries, boosting wages, raising living standards and putting more money in the pockets of working people. It is good for jobs, it is good for business, cutting tariffs and making trade cheaper, quicker and easier. യുകെയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ, വിമാനത്തിന്റെ ഭാഗങ്ങൾ, മദ്യം തുടങ്ങിയവയ്ക്ക് ഇനി വില കുറയും. കാരണം നികുതിയിൽ വലിയ കുറവാണ് ഉണ്ടാവാൻ പോകുന്നത്. ഒപ്പം തന്നെ അവിടെ നിർമ്മിക്കുന്ന കാറുകൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ 100% നികുതിയുണ്ട്. അതിനി 10% കുറയുമ്പോൾ വിദേശത്ത് നിന്ന്, യുകെയിൽ നിന്ന് കൂടുതൽ കാറുകൾ ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നു. എന്തായാലും ഇരു രാജ്യങ്ങളെയും സംബന്ധിച്ച് സുപ്രധാനമായ ചരിത്ര മുഹൂർത്തമെന്ന് നരേന്ദ്രമോദിയും പറയുന്നു. कई वर्षों की मेहनत के बाद आज दोनों देशों के बीच कॉम्प्रिहेंसिव इकोनॉमिक एंड ट्रेड एग्रीमेंट संपन्न हुआ है. യുകെയിൽ നിന്നുള്ള 6 സർവകലാശാലകൾ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു. ഇങ്ങനെ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള തീരുമാനങ്ങളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുകെ സന്ദർശനത്തിൽ ഉണ്ടായി വന്നിട്ടുള്ളത്. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിടുമ്പോൾ കൂടുതൽ ചർച്ചകൾ വേണമെന്ന പ്രതിപക്ഷത്തിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് ഇപ്പോൾ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ഷിജു പട്ടോത്തിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.